മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഇംഗ്ലീഷ് ഫ്രേസൽ വേർബാണ് ഡബിൾ ബാക്ക്. ഡബിൾ എന്നാൽ എന്താണെന്ന് നമുക്കറിയാം, ബാക്ക് എന്താണെന്നും നമുക്കറിയാം. പക്ഷേ ഇത് രണ്ടും ചേരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഡബിൾ ബാക്ക് എന്ന് പറഞ്ഞാൽ വന്ന വഴിയെ തിരിച്ചു പോകുക, മടങ്ങി പോകുക എന്നൊക്കെയാണ് അർത്ഥം. ഇത് പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഉദാഹരണങ്ങൾ നോക്കാം. ഷീ forgot her wallet in the cafe, so she doubled back to get it. കഫേയിൽ അവൾ പേഴ്സ് മറന്നു വെച്ചു, അത് കിട്ടാൻ വേണ്ടി തിരിച്ചു പോയി എന്നർത്ഥം. ഇൻട്രസ്റ്റിംഗ് ആണ്, നോക്കാം. ദ ഹൈക്കേഴ്സ് ഡിസൈഡഡ് ടു ഡബിൾ ബാക്ക് ടു ദ ക്യാമ്പ് ഏളി. മല കയറുന്നവരെ ക്യാമ്പിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. എന്തോ അവർ വല്ല കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു. അവർ ദേ ഡിസൈഡഡ് ടു ഡബിൾ ബാക്ക്, ദേ ഡിസൈഡഡ് ടു ഗോ ബാക്ക്. ദ വേ അഹെഡ് വാസ് foggy, so I had to double back. മുമ്പിലുള്ള വഴി മഞ്ഞ് മൂടിയതായിരുന്നു, അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. I forgot to lock the door, so I had to double back. വാതിലെ പൂട്ടാൻ മറന്നു, അതുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. We doubled back when we saw the road closed. റോഡ് ക്ലോസ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചുപോയി. I had doubled back 3 times on this hike. ഈ ഹൈക്കിനിടയിൽ ഞാൻ 3 തവണ മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. We are going to double back once we see the river. പുഴ കണ്ടാൽ നമ്മൾ തിരിച്ചു പോകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡബിൾ ബാക്കിന് പ്ലെയിൻ റിട്ടേൺ എന്ന അർത്ഥമല്ല. വല്ല യാത്രയിലോ അതല്ലെങ്കിൽ വല്ല ഹൈക്കിങ്ങിലോ വല്ല നടത്തത്തിലോ വല്ല എക്സ്പെഡിഷനിലോ ഒക്കെ തിരിച്ചു പോകുന്നതിന്, അതേ വഴി തിരിച്ചു പോകുന്നതിനാണ് സാധാരണ ഡബിൾ ബാക്ക് എന്ന് ഉപയോഗിക്കാറുള്ളത്.